നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. വെൽക്കം ടു ആഫ്രിക്ക ബൈ ഗാർഗി. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. കൂടാതെ പുതുതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ നമ്മുടെ യാത്ര ചെറിയ പർച്ചേസിങ്ങും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒന്ന് ടൗണിൽ പോണതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ടൗണിലത്തെ കാഴ്ചകൾ കാണാം. കെനിയയിലത്തെ നിങ്ങൾ താമസിക്കുന്ന ഇവിടുത്തെ ഷോപ്പിംഗ് മാളുകളും ടൗണും ഒക്കെ എങ്ങനെയാണെന്ന് കാണിച്ചു തരാമോ എന്ന് കുറച്ച് ഫ്രണ്ട്സൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ളൊരു ശ്രമമാണ് ഈ വീഡിയോ. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ മാളുകളിലൊന്നും ഫോട്ടോസും വീഡിയോസൊന്നും എടുക്കാൻ ഇവിടുത്തെ സെക്യൂരിറ്റീസ് സമ്മതിക്കുന്നില്ല. ഒരു 1-2 സെൽഫിയും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാമെന്നല്ലാതെ മൊത്തത്തിലൊന്ന് കവർ ചെയ്ത് എടുക്കാനോ വീഡിയോസ് എടുക്കാനോ സെക്യൂരിറ്റീസ് നമ്മളെ സമ്മതിക്കില്ല. അപ്പോൾ ഞാൻ ഓരോ കടയുടെ ഉള്ളിൽ പോയിട്ട് കുറേ കടകളിലൊക്കെ ചോദിച്ചു, പക്ഷെ കുറേ പേരൊന്നും സമ്മതിച്ചില്ല. കുറച്ച് പേരൊക്കെയാണ് സമ്മതിച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെ എടുത്ത വീഡിയോസാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഇത് സിറ്റി മാളിൻ്റെ ഉള്ളിൽ ഒരു വലിയ ഷോപ്പിംഗ് മാളാണിത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കെനിയയിലത്തെ ക്രാഫ്റ്റ് സംഭവങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുള്ളൊരു ഷോപ്പാണ്. ഇത് പശുവിൻ്റെ എല്ല് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണെന്നാണ് പറഞ്ഞത്. ഇതൊക്കെ അങ്ങനെ തന്നെ, മൃഗങ്ങളുടെ എല്ലും മരവും ഉപയോഗിച്ചിട്ടാണ് അവരിതൊക്കെ ചെയ്യുന്നത്. ഹക്കൂന മട്ടാറ്റ എന്നാണ് എഴുതിയിരിക്കുന്നത്. നോ പ്രോബ്ലം എന്നാണ് അതിൻ്റെ അർത്ഥം സ്വഹീലിയിൽ.
excuse me. This one how much? Candle holder. അങ്ങനെ ആ കടയിൽ നിന്ന് പോന്നു. ഇനിയാണ് നമ്മുടെ ചേട്ടന്മാർക്കുള്ള സർപ്രൈസ്. ഞാൻ വേറൊരു കടയിൽ കയറി വീഡിയോ എടുത്തിട്ടുണ്ട്, കണ്ടു നോക്കാം കേട്ടോ.
ഫിഷ്, റാബിറ്റ്, ടോട്ടോയ്സ് അങ്ങനെ ബേർഡ്സിനെയൊക്കെ സെയിൽ ചെയ്യുന്ന ഒരു ഷോപ്പിലാണ്. ഞാൻ കടയുടെ പുറത്തുനിന്ന് എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ അവിടെ സെക്യൂരിറ്റീസ് നമ്മളത് സമ്മതിക്കുന്നില്ല പുറത്തുനിന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് കടയുടെ അകത്തു നിന്നൊക്കെ എടുക്കുന്നത് കേട്ടോ. ഇതിവർ ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന് സെയിൽ ചെയ്യുന്ന ഫിഷൊക്കെയാണ്. ബേർഡ്സ് ഉണ്ടായിരുന്നു, ഇപ്പോൾ അതെല്ലാം സെയിലായിപ്പോയി. ഇത് റാബിറ്റാണ്. ഈ ഒരു റാബിറ്റിന് ഇപ്പോൾ 2700 ഷെല്ലിങ്ങാണ് അവർ പറഞ്ഞത്. ടോട്ടോയ്സിനെയും അവർ സെയിലിന് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഞാനിത് വിർച്വൽ റിയാലിറ്റി എന്നും പറഞ്ഞിട്ട് കുറച്ച് പേർക്കെങ്കിലും അറിയാൻ പറ്റും, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം. ഇത് നമ്മൾ ആ ഒരു സീറ്റിൽ അവർ നമ്മൾ ഇരുത്തി കഴിഞ്ഞിട്ട് നമ്മൾക്കൊരു ഹെഡ്സെറ്റ് തരും. VR ഹെഡ്സെറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഹെഡ്സെറ്റ് നമ്മൾ വെച്ച് കഴിയുമ്പോൾ അതൊരു കണ്ണട പോലെയും കൂടിയാണ്. അപ്പോൾ നമ്മളത് കണ്ണിൻ്റെ കണ്ണിലാണ് വെക്കുന്നത്. അപ്പോൾ അത് ശരിക്കും അവർ ഓരോ മൂവിയോ എന്തെങ്കിലും ഹൊററായിട്ടുള്ളത് നമുക്കിഷ്ടമുള്ളത് അവർ നമുക്ക് ചൂസ് ചെയ്യാം. അത് പ്ലേ ചെയ്ത് തരുമ്പോഴത്തേനും നമ്മളത് കണ്ണിൽ വെച്ചിട്ട് കാണുമ്പോൾ നമുക്കത് ശരിക്കും റിയാലിറ്റി ആയിട്ട് അത് ശരിക്കും നടക്കുന്ന പോലെ നമുക്കത് ഫീൽ ചെയ്യും. ഒരു പാലത്തിൻ്റെ മേളിൽ നിന്ന് നമ്മൾ വീഴുന്നതോ, കല്ല് വന്ന് നമ്മുടെ മേത്തോട്ട് വീഴുന്നതോ, പ്രാണികളൊക്കെ സ്പൈഡറൊക്കെ ഒന്ന് പിടിക്കാൻ വരുന്ന പോലെയോ, ഭയങ്കര ഹൈറ്റിൽ നിന്ന് വീഴുന്ന പോലെ, അയ്യോ വല്ലാത്തൊരു അനുഭവമായിരുന്നു. അങ്ങനെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഞാനതുകൊണ്ട് ശരിക്കും അത് ഫിക്സ് ചെയ്ത് വെച്ചില്ല. എനിക്ക് അപ്പോൾ പേടി വരുമ്പോൾ മാറ്റാൻ പാകത്തിനാണ് ഞാനത് ജസ്റ്റ് കയ്യിൽ പിടിച്ചേ ഉള്ളൂ. എനിക്ക് വലിയ പേടിയായിരുന്നു. അത് നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ, വിർച്വൽ റിയാലിറ്റി.
ഇതൊക്കെയായിരുന്നു സിറ്റി മോളിൽ കാണിച്ചു തരാൻ പറ്റിയൊക്കെ വിശേഷങ്ങൾ. കാരണം 3-4 ഫ്ലോറുണ്ട്, പക്ഷെ നമുക്ക് അവിടെയൊന്നും പോയി വീഡിയോ എടുക്കാൻ അവർ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പുറത്തോട്ട് ഇറങ്ങി. ഇനി നമ്മളെപ്പോഴും പർച്ചേസ് ചെയ്യാൻ പോകുന്ന വേറൊരു ഷോപ്പിംഗ് സെൻറ്റർ ഉണ്ട് നയാലി സെൻറ്റർ. അവിടെയാണ് നമ്മുടെ മെയിൻ സൂപ്പർ മാർക്കറ്റൊക്കെ. അവിടെ ഒത്തിരി ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വിപിനേട്ടൻ അവിടെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പതുക്കെ റോട്ടിലോട്ട് ഇറങ്ങി അങ്ങോട്ട് പോയി. ഇനി അവിടുത്തെ വിശേഷങ്ങൾ കാണാം. അവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ സെക്യൂരിറ്റീസൊക്കെ ഓടിച്ചിട്ടിരിക്കും ഫോട്ടോ എടുക്കാൻ നിന്നാൽ. പിന്നെ ഞാൻ അവിടെ നിന്നൊരു സെൽഫിയൊക്കെ എടുക്കുന്ന പോലെയൊക്കെ ഒരു 2-3 ഫോട്ടോ ഒക്കെ എടുത്തു എന്ന് മാത്രം നിങ്ങളെ കാണിച്ചു തരാനായിട്ട്. അപ്പോൾ ഇന്ന് സിറ്റി മാളിലെ വിശേഷങ്ങൾ എല്ലാവരും കണ്ടില്ലേ? ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.